എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ലോകത്ത് അനേക മനുഷ്യർ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് നാം ഇന്ന് ഇവിടെ നിൽക്കിയിരിക്കുന്നത്. ദൈവം സ്നേഹവാനാണ് എങ്കിൽ, ദൈവം സ്നേഹിക്കുവാൻ മാത്രം അറിയുന്നവനാണ് എങ്കിൽ, എന്തുകൊണ്ട് മനുഷ്യർ ഇന്ന് കഷ്ടതയിലൂടെയും കണ്ണുനീരിലൂടെയും നടന്നു പോകുന്നു? അവർ എന്തുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടവരുന്നു? നാം എല്ലാവരും ചോദിക്കുന്ന, ഒരുപക്ഷെ നാം പലപ്പോഴും കേൾക്കുവാനിടയുള്ള ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് നാം ഇപ്പോൾ കേട്ടത്. എന്നാൽ ഈ കഷ്ടതകൾ നമ്മൾ നടക്കുമ്പോഴും എന്താണ് ദൈവം നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഞാനും നിങ്ങളും ഇപ്രകാരം ഒരു കഷ്ടത്തിലൂടെ നടന്നു പോയാൽ ഞാനും നിങ്ങളും എന്ത് പഠിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു കഷ്ടതയിലൂടെ ഇന്ന് നടന്നു പോകുന്നവരാണോ? ഒരു പ്രയാസത്തിലൂടെ നിങ്ങൾ ഇന്ന് നടക്കുന്നവരാണോ? പ്രിയമുള്ളവരെ, ദൈവം എന്ത് പാഠമാണ് നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ കഷ്ടതയുടെ പാഠങ്ങൾ ഓരോ ദൈവത്തിൻ്റെ മനുഷ്യർക്കും ദൈവം നൽകിയിട്ടുണ്ട്. അതിന്ന് വൻ കാര്യങ്ങളെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായ അവൻ്റെ മക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നാം ശദ്രക്കിനെയും മേശക്കിനെയും അബദ്നഗോയെയും കുറിച്ച് നാം പഠിക്കുവാനും ചിന്തിക്കുവാനും പോവുകയാണ്. ഒരു വലിയൊരു കഷ്ടത്തിലേക്ക് ദൈവം അവരെ നടത്തുവാൻ തക്കവണ്ണയായി തീർന്നു. എങ്കിലും ദൈവം അവരെ അതിശയകരമായി വിടുവിച്ച ഏറ്റവും മനോഹരമായ ഒരു കഥ വേദപുസ്തകത്തിൽ ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദാനിയേലിനെയും ശദ്രക്കിനെയും മേശക്കിനെയും അടിമകളായി ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ടുവന്നവരായിരുന്നു. ഈ 3 പേരും വലിയ ബുദ്ധിശാലികളും ജ്ഞാനികളും വലിയ ബലവാന്മാരും എല്ലാവിധമായ കാര്യശേഷികളും ഉള്ളവരായിരുന്നു ഈ 3 പേരും. ഈ 3 പേരെയും ഇപ്രകാരം പിടിച്ചുകൊണ്ട് വരപ്പെട്ടു, അടിമകളായി കൊണ്ടുവരപ്പെട്ടു. എന്നാൽ നെബൂഖദ്നേസർ രാജാവ് ഇവർ ഏറ്റവും ജ്ഞാനികളെന്ന് കണ്ടിട്ട് ദാനിയേലിനോടൊപ്പം ഇവരെ 3 പേരെയും കൂടെ തിരഞ്ഞെടുത്ത് അവൻ്റെ രാജധാനിയിൽ പ്രധാനികളായി, പ്രധാന ദേശാധിപന്മാരായി, പ്രധാനപ്പെട്ടവരായി നിയമിക്കുവാൻ തന്നോട് വരികയാണ്. ഈ 3 പേരും അവർ ബാബിലോണിലേക്ക് എടുത്തുകൊണ്ട് പോയപ്പെട്ടു എങ്കിൽ തന്നെയും അവിടെ ഒരു യെരൂശലേം നിവാസിയായി ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി ജീവിക്കുവാൻ തക്കവണ്ണം ഈ 3 പേരും സ്വയം തീരുമാനമെടുത്ത് ജീവിക്കുകയാണ്. അവർ ദേശം മാറി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും തങ്ങളുടെ ദൈവത്തെ മറന്നു പോകുന്നില്ല. തങ്ങൾ അടിമകളായി പിടിച്ചുകൊണ്ട് വരപ്പെട്ടു എന്നതായ കാര്യത്താൽ ഒരിക്കലും ദൈവത്തെ ഒരു പഴി പറയുന്നില്ല. മറിച്ച് ബാബിലോണിൽ അവരിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവനാമത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം ഇവർ 3 സ്വയം തീരുമാനമെടുക്കുകയാണ്. എന്തു തന്നെ സംഭവിച്ചാലും, ഞങ്ങൾ ബാബിലോണിലായിരിക്കോട്ടെ, നാം ഏത് സ്ഥലത്തായിക്കൊള്ളട്ടെ, അവിടെ ഇരുന്നു കൊണ്ട് ദൈവവചനം അനുസരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് ഈ ലോകത്തെ തെളിയിച്ച 3 എബ്രായ ബാലന്മാരാണ് ശദ്രക്കും മേശക്കും അബദ്നഗോയും. ഈ 3 പേരും ദൈവം എപ്രകാരം ഇവിടെ നടത്തി, ഇവർ വിശ്വസ്തരായതുകൊണ്ട് ദൈവം അവരോടുകൂടെ എപ്രകാരം ഇരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും കാണുവാനും തക്കവണ്ണം സാധിക്കും. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി. അതിൻ്റെ ഉയരം 60 മുഴവും അതിൻ്റെ വണ്ണം 6 മുഴവും ആയിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്തു ദുരാസമഭൂമിയിൽ നിർത്തി. ഇവിടെ നെബൂഖദ്നേസർ രാജാവ് ഒരു പൊന്നുകൊണ്ട് ഒരു വലിയൊരു ബിംബമുണ്ടാക്കി എല്ലാവരും കാണുക ഒരു ദുരാസമഭൂമി നിർത്തുവാൻ തക്കോടെയായി തീർന്നു. അതിൻ്റെ ഉയരം 60 മുഴം, അതിൻ്റെ വണ്ണം 6 മുഴം. ഒരു വലിയൊരു ബിംബത്തെ എല്ലാവരും കാണുക ഈ രാജാവ് പൊന്നുകൊണ്ടുണ്ടാക്കി നിർത്തുകയാണ്. എത്ര വലിയ ധനവാനായിരുന്നു ഈ രാജാവ്! സ്വർണം കൊണ്ട് 60 അടി ഉയരമുള്ള ഒരു ബിംബം പണിയുവാൻ, അതിനെ നിർത്തുവാൻ തക്കവണ്ണം ഈ രാജാവ് തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം 2-ാമത്തെ വാക്യം പറയുന്നു, ദാനിയേൽ പുസ്തകം 3-ാം അധ്യായം: നെബൂഖദ്നേസർ രാജാവ് പ്രധാന ദേശാധിപന്മാരും സ്ഥാനപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ തക്കവണ്ണം ആളയച്ചു. ഇത്രത്തോളം അവൻ്റെ രാജ്യത്തിലെ സകല വ്യക്തികളെയും, ബാബിലോൺ സാമ്രാജ്യം ഒരു വലിയൊരു വിസ്താരമുള്ളതായ സാമ്രാജ്യമായിരുന്നു. ലോകം മുഴുവൻ ബാബിലോണിന് കീഴിലായിരുന്നു. ഈ സാമ്രാജ്യത്തിൻ്റെ അധിപനായ നെബൂഖദ്നേസർ രാജാവ് അവൻ ഈ ബിംബത്തെ നിർത്തിയതിന് ശേഷം എല്ലാ സ്ഥാനാധിപന്മാരെയും സംസ്ഥാനാധിപന്മാരെയും പ്രധാനമന്ത്രിമാരെയും ദേശാധിപന്മാരെയും ഭണ്ഡാര വിചാരന്മാരെയും സകലരെയും വന്നുകൂടുവാൻ തക്കവണ്ണം കൽപ്പിക്കുകയാണ്.
അവർ വന്നുകൂടുവാൻ തക്കവണ്ണം രാജാവ് കൽപ്പന കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും ഇപ്രകാരം ബാബിലോണിൽ വന്നു ചേരുവാൻ തക്കവണ്ണയായിത്തീരുന്നു. ഇവിടെ വീണ്ടും 4-ാമത്തെ വാക്യം പറയുന്നു, അവർ ഒക്കെയും വന്നുകൂടി. അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, 4-ാമത്തെ വാക്യം, വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ, നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാദസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളിൽ ഇട്ടുകളയും എന്ന ഒരു കൽപ്പന രാജാവ് പുറപ്പെടുവിക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാ ദേശാധിപന്മാരും എല്ലാ സകല ഭരണാധിപന്മാരും ഇവിടെ വന്നുകൂടിയിരിക്കുകയാണ്. രാജകൽപ്പനയാണ്. അതനുസരിച്ചില്ല എങ്കിൽ ഇവിടെ പറയുകയാണ്, എരിയുന്ന തീച്ചുളയിൽ, കേൾക്കുവാൻ പോലും ഭയമാകുന്ന എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും എന്ന കൽപ്പന ഇവർ പുറപ്പെടുവിക്കുകയാണ്. ആരെങ്കിലും ആ ബിംബത്തെ നമസ്കരിക്കാതിരുന്നാൽ, ആരെങ്കിലും നെബൂഖദ്നേസർ രാജാവിനെ അംഗീകരിക്കുവാൻ തക്കവണ്ണം, അവനനുസരിക്കുവാൻ തക്കവണ്ണം തയ്യാറാകാതിരുന്നാൽ അവരൊക്കെയും എരിയുന്ന തീച്ചുളിൽ എടുത്തിടപ്പെടും എന്നൊരു കൽപ്പന, അതിശക്തമായ കൽപ്പന അവിടെ പുറപ്പെടുവിക്കുകയാണ്. ഇവിടെ പ്രിയമുള്ളവരെ, ഈ കഥയിൽ താഴോട്ട് പറയുകയാണ്, എല്ലാവരും കൂടി വന്നു, എല്ലാവരും കടന്നു വന്നു. ഇവർക്ക് ഈ തമ്പുരുവും വീണയും വാദ്യങ്ങളും കുഴലും കാഹളവും എല്ലാം വായിക്കുവാൻ തുടങ്ങി. ആ നിമിഷം അവിടെ ഉള്ളതായ സകലരും രാജാവിനെ പേടിച്ചിട്ട്, ഈ നെബൂഖദ്നേസർ രാജാവിനെ പേടിച്ചുകൊണ്ട് അവരെല്ലാവരും അവിടെ തറയിൽ വീണ് ആ ബിംബത്തെ നമസ്കരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ 12-ാമത്തെ വാക്യം പറയുന്നു, 3-ാം അധ്യായം 12-ാമത്തെ വാക്യം, ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരന്മാക്കി നിയമിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ ചില യഹൂദന്മാരുണ്ടല്ലോ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിൽ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സോട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അടുത്ത വാക്യം പറയുന്നു, 15-ാമത്തെ വാക്യം, അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൊണ്ടുവരുവാൻ തക്കവണ്ണം കൽപ്പിക്കുകയാണ്. ഇവിടെ രാജാവിൻ്റെ കൽപ്പന പ്രകാരം ആ കുഴലൂതിയതായ സമയത്ത് എല്ലാ മനുഷ്യരും അവിടെ വീണ് കിടന്ന് ആ ബിംബത്തെ നമസ്കരിക്കുകയാണ്. എന്നാൽ ഈ 3 എബ്രായ ബാലന്മാർ, ബാബിലോണിലേക്ക് വിളിച്ചു കൊണ്ടുവരപ്പെട്ട അടിമകളായ 3 എബ്രായ ബാലന്മാർ, ഈ 3 പേരും രാജകൽപ്പന അനുസരിക്കാൻ തയ്യാറാകാതെ അവർ മറ്റെല്ലാവരും അവിടെ തറയിൽ വീണ് കിടന്ന് ആ ബിംബത്തെ ആരാധിച്ചതായ സമയത്ത്, നമസ്കരിച്ചതായ സമയത്ത് ഈ 3 എബ്രായ ബാലന്മാർ അവർ മാത്രം അവിടെ നിൽക്കുകയാണ്. അവർ ആ പ്രതിമയെ നമസ്കരിക്കുവാൻ തക്കവണ്ണം അവർ കൂട്ടാക്കിയില്ല. കാരണം എന്തായിരുന്നു? കാരണം വേദപുസ്തകത്തിൽ 2-ാമത്തെ കൽപ്പന, 10 കൽപ്പനകളിൽ 2-ാം കൽപ്പനയായിരുന്നു, ഒരു ബിംബത്തെയും നീ അനുസരിക്കരുത് അല്ലെങ്കിൽ നമസ്കരിക്കരുത് എന്നുള്ളത്. ഈ 2-ാം കൽപ്പനയെ അവർ മനസ്സിലാക്കിയിരുന്നു. അവരുടെ അമ്മയും അപ്പനും അവരെ പഠിപ്പിച്ചിരുന്നു. യഹൂദന്മാരായ അവരൊക്കെയും ഒരു ബിംബത്തെയും ആരാധിക്കുകയില്ല എന്ന് സ്വയം തീരുമാനമെടുത്തതായിരുന്നു ഇവരൊക്കെയും. ഇവർ ബാബിലോണിൽ വന്നതായ സമയത്ത് തങ്ങളുടെ ജീവനെ പോലും ഭയപ്പെടാതെ, അവരുടെ ജീവനെ പോലും ഒരിക്കലും ഒരുവിധമായ കാര്യം കൊടുക്കാതെ, അവർ ദൈവത്തെ മാത്രമേ ഞങ്ങൾ അനുസരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുവാൻ തക്കവണ്ണം ഇടവരികയാണ്. അവർക്കറിയാമായിരുന്നു, ഞങ്ങൾ എത്ര വലിയവരായിരുന്നാലും ഞങ്ങൾ ഈ രാജാവിനെ അനുസരിക്കുവാൻ തക്കവണ്ണം ഇടയായില്ല എങ്കിൽ, തയ്യാറായില്ല എങ്കിൽ, അവൻ പറഞ്ഞതുപോലെ തീർച്ചയായും ഞങ്ങളെ 3 പേരെയും എരിയുന്ന തീച്ചൂളയിൽ ഇടും എന്ന് ഇവർക്ക് അറിയാമായിരുന്നു. ഇവർ രാജാവ് കൽപ്പിച്ചതായ ആ അവസ്ഥ പ്രകാരം ഈ 3 പേരും ഇപ്രകാരം നിൽക്കുന്നുവെന്ന് കേട്ട ഉടനെ രാജാവ് ഈ 3 പേരെയും അടുത്ത് കൊണ്ടുവരുന്ന കൽപ്പിക്കുകയാണ്. ഈ 3 പേരും അടുത്തു വരുന്നു. 14-ാമത്തെ വാക്യം, നെബൂഖദ്നേസർ രാജാവ് അവരോട് കൽപ്പിച്ചത്, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ? ഇപ്പോൾ 15-ാമത്തെ വാക്യം പറയുന്നു, ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാദസ്വരം മുതലായ സകലവിധങ്ങളും മുഴങ്ങുന്നതായ സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഞാൻ ഇട്ടുകളയും എന്ന് ഈ രാജാവ് പറയുകയാണ്. രാജാവ് കേട്ടു, ഇവർ 3 പേരും അനുസരിക്കുന്നില്ല എന്ന് ഇവർ കേൾക്കുവാനിടയായി തീർന്നു. രാജാവിന് വിശ്വസിക്കുവാൻ സാധിച്ചില്ല.
എപ്രകാരം ഈ 3 പേർക്ക് എന്നെ കേൾപ്പാതിരിക്കാൻ സാധിക്കും? എന്നെ അവർക്ക് ഭയമില്ലയോ? വിശ്വസിക്കുവാൻ സാധിക്കാതെ 3 പേരും അടുത്ത് കൊണ്ടുവരപ്പെട്ടു. അവനോട് ചോദിക്കുകയാണ്, വീണ്ടും ഒരു അവസരം ഈ രാജാവ് നൽകുകയാണ്. ഞാൻ കേട്ടത് വിശ്വസിപ്പാൻ തയ്യാറല്ല, എങ്കിലും നിങ്ങൾക്ക് ഒരവസരം കൂടെ ഞാൻ നൽകുകയാണ്. പ്രിയപ്പെട്ട 3 പേര് അവരോട് രാജാവ് പറയുകയാണ്, നിങ്ങൾ ഈ സമയത്ത് വീണ്ടും ആ നാദസ്വരം ഉയർത്തുന്നതായ സമയത്ത്, ആ വാദ്യ ഘോഷങ്ങൾ കേൾക്കുന്നതായ സമയത്ത് നിങ്ങൾ വീണ്ടും നമസ്കരിപ്പാൻ തക്കവണ്ണം ഒരുങ്ങിയിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഒരുങ്ങാതിരുന്നാലോ, അത് ചെയ്യുവാൻ കൂട്ടാക്കാതിരുന്നാലോ, നിങ്ങൾ ഈ നിമിഷം തന്നെ ഞാൻ എരിയുന്ന തീച്ചുളിൽ ഇട്ടുകളയും എന്ന് രാജാവ് അവരോട് കൽപ്പിക്കുകയാണ്, പറയുകയാണ്. വീണ്ടും രാജാവ് ചോദിക്കുകയാണ്, നിങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം ശക്തനായവൻ ആരാണ്? എൻ്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം തയ്യാറായില്ല എങ്കിൽ നിങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം ആർക്കും സാധിക്കുകയില്ല എന്ന് ഈ രാജാവ് സ്വയം അഭിമാനിക്കുകയും പറയുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ശദ്രക്കും മേശക്കും അബേദ്നെഗോയും ഈ രാജാവിൻ്റെതായ സംസാരം കേട്ട് അവർ ആരും ഭയന്നില്ല, അവർ പേടിക്കുവാൻ തയ്യാറായില്ല. അവർ ഒരിക്കലും നിരാശരാകുവാൻ, കാലും കൈയും മുട്ടി ഇഴയ്ക്കുവാൻ തക്കവണ്ണം, അവർ പേടിക്കുവാൻ തക്കവണ്ണം അവർ ഇടയായില്ല. ധൈര്യത്തോടെ രാജാവ് എത്ര വലിയവനായിക്കൊള്ളട്ടെ, രാജാവ് എത്ര ശക്തനായവനായിക്കൊള്ളട്ടെ, എത്ര വലിയ സമ്പത്തിൻ്റെ ഉടമയായിക്കൊള്ളട്ടെ, ഞങ്ങൾ ദൈവത്തെ അനുസരിക്കും, ഏതൊരു മനുഷ്യനെയും കാലം ഞങ്ങൾ ദൈവത്തെ മാത്രം അനുസരിക്കും എന്ന് ഇവർ സ്വയം തീരുമാനമെടുത്തിരിക്കുന്നതായിരുന്നു. ഒരിക്കലും സ്ഥാനങ്ങൾ കണ്ടോ, പണങ്ങൾ കണ്ടോ അവർ ആരും ദൈവത്തെ മറക്കുവാൻ തക്കവണ്ണം ഈ 3 പേരും സ്വയം തയ്യാറായില്ല. അതുകൊണ്ട് ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത്? വേദപുസ്തകം പറയുന്നു, 17-ാമത്തെ വാക്യം, 3-ാം അധ്യായം ദാനിയേലിന്റെ പുസ്തകം, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം 2-ാമത്തെ വാക്യം നന്നായിട്ട് അറിയാമായിരുന്നു. അപ്രകാരം അവിടെ പറയുന്നു, നിങ്ങൾ തീയിൽ കൂടെ നടന്നാലും അത് നിങ്ങളെ ദഹിപ്പിച്ച് കളയുകയില്ല എന്ന് വേദപുസ്തകം അവിടെ പറയുകയാണ്. ഈ അധ്യായം, യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം 2-ാമത്തെ വാക്യം, ഈ വാക്യം അവരുടെ മനസ്സിൽ അവർക്ക് ഉണ്ടായിരുന്നു. ഇവർ മനസ്സിലാക്കി, ദൈവം ഞങ്ങളെ വിടുവിക്കും, ഞങ്ങളെ ശക്തനായ ദൈവനാണ്. ആ ദൈവം ഞങ്ങൾ എത്രത്തോളം പ്രയാസങ്ങളിലായാലും, തീച്ചുളിയിൽ ഞങ്ങൾ വീണു പോയാലും ഞങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം ശക്തനാണ് ഞങ്ങളുടെ ദൈവമെന്ന് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും അറിയാമായിരുന്നു. അവർ രാജാവിൻ്റെ പ്രൗഢി കൊണ്ടോ, രാജാവിൻ്റെതായ അധികാരം കണ്ടോ, രാജാവിൻ്റെതായ മഹത്വം കണ്ടോ അവർ പേടിക്കുവാൻ തക്കവണ്ണം സ്വയം കീഴ്പ്പെടുത്തി കൊടുത്തപ്പെട്ടില്ല. അവർ ധൈര്യത്തോടു കൂടി നിൽക്കുവാൻ തക്കവണ്ണം അവിടെ ഇടവരികയാണ്. ബാക്കി സകല അധികാരികളും, എല്ലാ പ്രധാന ദേശാധിപതികളും, എല്ലാ മഹത്തുക്കളും അവിടെ വീണ് രാജാവിനെ അനുസരിച്ചപ്പോൾ ഈ 3 പേർ മാത്രം അവനെ അനുസരിക്കുവാൻ കൂട്ടാക്കാതെ സ്വർഗത്തിലെ ദൈവത്തെ മാനിക്കുവാൻ ഇവർ 3 പേരും തീരുമാനമെടുക്കുകയാണ്. ഇവിടെ ഇവർ പറയുന്ന ഒരു വാക്യം, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഇവിടെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം ശക്തനാണ് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് ദാനിയേൽ പുസ്തകം 3-ാം അധ്യായം 17-ൽ ഇവർ പറയുകയാണ്. എന്നാൽ 18-ാമത്തെ വാക്യത്തിൽ ഇവർ പറയുന്നു, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കയില്ല എന്ന് പറഞ്ഞാൽ, രാജാവെ നീ അറിഞ്ഞുകൊള്ളുക, ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇനി അഥവാ വിടുവിച്ചില്ലെങ്കിലും, ഇനി അഥവാ ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ അങ്ങയെ നിന്നെ അനുസരിപ്പാൻ തയ്യാറാകയില്ല എന്ന് അല്ലയോ രാജാവെ നീ അറിഞ്ഞുകൊള്ളുക എന്ന് ഈ എബ്രായ ബാലന്മാർ പറയുകയാണ്. ഇവർ പറയുകയാണ്, ഈവൻ ഇഫ് നോട്ട്, ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും, ഇനി അഥവാ ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് ദൈവം വന്നില്ലെങ്കിലും ഞങ്ങൾ നിന്റെ ദേവന്മാരെ സേവിക്കയില്ല, നിന്റെ ദേവന്മാരെ ഞങ്ങൾ നമസ്കരിക്കയില്ല എന്ന് ഈ 3 പേരും പറയുകയാണ്. എത്ര ബലവാന്മാരായ വിശ്വാസികൾ! ജീവനെ കളയേണ്ടി വന്നാലും, ജീവനെ പണയപ്പെടുത്തിന് വന്നാലും, ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയാലും ദൈവത്തിനെതിരായിട്ട് ഒന്നും ചെയ്യുകയില്ല എന്ന് സ്വയം തീരുമാനമെടുത്ത ബലവാന്മാരായ 3 വിശ്വാസികൾ. ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു നെബൂഖദ്നേസർ രാജാവ്. ഈ രാജാവിനെയാണ് ഈ 3 സാധാരണക്കാരായ എബ്രായ ബാലന്മാർ, അടിമകളായ 3 എബ്രായ ബാലന്മാർ വെല്ലുവിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിനായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ നമുക്കും ലോകത്തെ ഇതുപോലെ വെല്ലുവിളിക്കുവാൻ തക്കവണ്ണം സാധിക്കും. കാരണം നമ്മോടുകൂടെ ദൈവമുണ്ട് എങ്കിൽ നമ്മുടെ ശക്തി,
മറ്റേതിനേക്കാളും ബലമായതായിരിക്കും, മറ്റേതിനേക്കാളും അതിശക്തിയുള്ളതായിരിക്കും നമ്മളുടേതായ ബലം എന്ന് പറയുന്നത്. ഇവിടെ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും അവരുടെ വിശ്വാസത്തെ ദൈവം മാനിക്കുകയാണ്. അവർ പറയുകയാണ്, ഇനി അഥവാ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നിന്നെ സേവിക്കുകയില്ല, ഞങ്ങൾ നിന്റെ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് രാജാവിനോട് അവർ പറയുകയാണ്. 18-ാമത്തെ വാക്യം അതിൻ്റെ ബാക്കി ഭാഗം ഇപ്രകാരം പറയുന്നു: രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. രാജാവ് നീ അറിയുക, ദൈവം ഞങ്ങളെ വിടുവിക്കും, ഇനി അഥവാ വിടുവിച്ചില്ലെങ്കിൽ കൂടെയും ഞങ്ങൾ നിന്നെ നമസ്കരിക്കുവാനോ നീ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുവാനോ ഞങ്ങൾ കൂട്ടാക്കയില്ല എന്ന് ഇവിടെ പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം എത്രത്തോളം ദൈവത്തിൽ ബലമുള്ളവരാണ്, നാം എത്രത്തോളം ദൈവത്തിൽ ശക്തിയുള്ളവരാണ്. ഇപ്രകാരം ദൃഢഗാത്രത്തോടു കൂടി, ഇത്രത്തോളം ശക്തിയോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, ധൈര്യത്തോടുകൂടി ഞങ്ങളെ ദൈവം നടത്തും. ഇനി അഥവാ വിടുവിച്ചില്ലെങ്കിലും, ഇനി അഥവാ എന്നെ രക്ഷിച്ചില്ലെങ്കിലും ഞാൻ ദൈവത്തിനോട് ജീവിക്കുമെന്ന് പറയുവാൻ നമുക്ക് എത്ര പേർക്ക് ഈ ഭൂമിയിൽ സാധിക്കുന്നുണ്ട്? ഇവിടെ അടിമകളായ 3 എബ്രായ ബാലന്മാർക്ക് അതിന് സാധിച്ചു. അവർ ധൈര്യത്തോടുകൂടി, മറ്റാരെയും ഭയപ്പെടാതെ, ഭയലേശമൊന്നുമില്ലാതെ ധൈര്യത്തോടുകൂടി ആ രാജാവിനെ വെല്ലുവിളിക്കുവാൻ തക്കവണ്ണം അവർ ഇടയായി തീരുകയാണ്. ഒടുവിൽ രാജാവിന് കോപം കൂടി, അവൻ്റെ ക്രോധം വർദ്ധിച്ചു. എന്നെയാണോ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് എന്ന് രാജാവ് ചോദിക്കുകയാണ്. ഈ മൂന്ന് പേരെയും ചൂള, എരിയുന്നതായി ചൂള, അത് കൂടുതൽ തീ ആളി കത്തിപ്പിച്ചു രാജാവിൻ്റെ കൽപ്പനയാൽ. ഈ ചൂളയിലേക്ക് ഈ 3 പേരെയും അവർ എടുത്തുകൊണ്ടുപോയി ഇടുവാൻ തക്കവണ്ണം വേദപുസ്തകം പറയുന്നു, അവരെ എടുത്തുകൊണ്ടുപോയ അനേക പരിചാരകന്മാർ, അനേക പടയാളികൾ, 22-ാമത്തെ വാക്യം പറയുന്നു, അനേക പടയാളികൾ കൊണ്ടുപോയവരൊക്കെയും ആ അഗ്നിജ്വാല കാരണമായിട്ട് അവർ ദഹിപ്പിച്ചു കളയുകയാണ്. അഗ്നി അത്രത്തോളം ചൂടായിരുന്നു അവിടെ അവർക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ആ 3 പേരും തീച്ചൂളയിൽ അകപ്പെട്ടു. അവിടെ രാജാവ് അത് ശ്രദ്ധയോടെ നോക്കുന്നതായ സമയത്ത്, ക്രോധത്തോടുകൂടി, ദേഷ്യത്തോടുകൂടി അത് നോക്കുന്നതായ സമയത്ത് ഒരു അത്ഭുതം ഈ രാജാവ് തീച്ചൂളയിൽ കാണുകയാണ്. രാജാവ് വിചാരിക്കുകയാണ്, ഞാൻ 3 പേരെ അല്ലയോ അവിടേക്ക് പറഞ്ഞയച്ചത്, അവിടേക്ക് എടുത്തുകൊണ്ടണം ആജ്ഞാപിച്ചത്, ഞാൻ എന്തുകൊണ്ട് 4 പേരെ അവിടെ കാണുന്നു എന്ന് രാജാവ് സ്വയം ചോദിക്കുകയാണ്. 24-ാമത്തെ വാക്യം 3-ാം അധ്യായം. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിനവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കോട്ടവും തട്ടിയിട്ടില്ല, 4-ാമത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് സദൃശ്യം എന്ന് കൽപ്പിച്ചു. ഇവിടെ രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൂടാതെ വേറൊരാളെയും കൂടെ തീച്ചൂളയിൽ കാണുകയാണ്. അവൻ ദൈവത്തിനോട് സദൃശ്യനായവൻ എന്ന് ഈ രാജാവ് തന്നെ സാക്ഷ്യം പറയുകയാണ്. അവൻ കർത്താവായ യേശു അല്ലാതെ മറ്റാരുമായിരുന്നില്ല. കർത്താവായ ദൈവം സ്വയമായിട്ട് ഇറങ്ങി വന്ന ഈ 3 പേരെയും വിടുവിക്കുകയാണ് തീച്ചൂളയിൽ നിന്നും. ബാക്കി എല്ലാവരും കണ്ടു നിൽക്കെ, ബാക്കി എല്ലാവരും കാണുക, അത്ഭുതത്തോടുകൂടി അവരുടെ കണ്ണുകളെ മിഴിച്ച് നോക്കുന്നതായ സമയത്ത് ഈ 3 പേരും തീച്ചൂള വിട്ട് യാതൊന്നും സംഭവിക്കാതെ അവർ ഇറങ്ങി വരികയാണ്. 27-ാമത്തെ വാക്യത്തിൽ ഈ അത്ഭുതത്തെ ഇവിടെ പരാമർശിച്ചിരിക്കുന്നു. പ്രധാന ദേശാധിപന്മാരും സ്ഥാനപതിമാരും ദേശാധിപതികളും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷാരത്തിന്റെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരിക്കുന്നത് അവിടെ ഇവർ കാണുകയാണ്. ദൈവത്തിൻ്റെ പ്രിയജനമേ, ഇവിടെ ശദ്രക്കും മേശക്കും അബേദ്നെഗോയും ഒരു വലിയൊരു കഷ്ടത്തെ നേരിടുവാൻ തക്കവണ്ണം അവർ പോവുകയായിരുന്നു. അവിടെ തീച്ചൂളയിൽ അവർ എടുത്തിടപ്പെട്ടു. എങ്കിലും അവിടെ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനായതുകൊണ്ട്, അവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം സ്വയം തയ്യാറായതുകൊണ്ട്, അവിടെ വിശ്വാസത്തെ ത്യജിക്കുവാനോ ദൈവത്തെ നിന്ദിക്കുവാനോ അവർ സ്വയം തീരുമാനിക്കാത്തത് കൊണ്ട്, സ്വയം തയ്യാറാകാത്തത് കൊണ്ട് ദൈവം അവരെ മാനിച്ച് അതിശയകരമായിട്ട് ദൈവം തന്നെ ഇറങ്ങി വന്ന് അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിരിക്കുകയായിരുന്നു. ഇവിടെ രാജാവ് ഇത് കണ്ട മാത്രയിൽ അത്ഭുതത്തോട് അതിശയത്തോടു കൂടി ആ ദൈവത്തിന് സാക്ഷ്യം പറയുകയാണ്. ഇവിടെ രാജാവ് ഇറങ്ങി വന്ന മാത്രയിൽ തക്കവണ്ണം ആ ദേശം മുഴുവൻ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഇനി മുതൽ ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവനാണ്. അവൻ എത്ര വലിയവനാണ്, അവനല്ലാതെ വേറൊരു ദൈവവും ഈ ലോകത്ത് ഇല്ല. ഇനി ആ ദൈവത്തെ അല്ലാതെ നിങ്ങൾ ആരെങ്കിലും അവനെ ആരാധിക്കുകയോ
അവനെതിരായി മറുത്തു പറയുകയോ ചെയ്താൽ ഇപ്രകാരം എന്താണ് ഇവർക്ക് സംഭവിക്കേണ്ടിരുന്നത് അതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കും വരുത്തുമെന്ന് രാജാവ് ഇവിടെ പറയുകയാണ്. ഇവിടെ ഈ 3 എബ്രായ ബാലന്മാരെ അവരുടെ വിശ്വാസ നിമിത്തമായിട്ട് ദൈവം മാനിക്കുകയാണ്. ഒരു വലിയൊരു തീച്ചൂളയുടെ അനുഭവത്തിലേക്ക് അവർ നടന്നു പോയവരായിരുന്നു. പക്ഷേ ദൈവത്താൽ അവർ ആശ്രയിച്ചതുകൊണ്ട്, ദൈവത്തിൽ പരിപൂർണമായും വിശ്വസിച്ചതുകൊണ്ട്, ദൈവം തങ്ങളെ തന്നെ പൂർണ്ണമായും അവർ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് ഒരു വലിയ പ്രതിഫലം, ഒരു വലിയൊരു ദൈവത്തിൻ്റെതായ കൃപ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം ആ 3 പേരെയും ഇടവരുത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, നാം ഇതിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ചിന്തിച്ച് നോക്കുക. നാം ഇപ്രകാരം പല അവസരങ്ങളും നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ഇവിടെയൊക്കെയും നാം എപ്രകാരമാണ് ലോകത്തോട് സംസാരിക്കുന്നത്? നാം ലോകത്തോട് ചേർന്ന് ലോകത്തെ പോലെ തല കുമ്പിടുവാനും ആ ബിംബങ്ങളെ നമസ്കരിക്കുവാനുമായിട്ട് നാം നമ്മളെ തന്നെ ഉപയോഗിക്കാറുണ്ടോ? അതോ ദൈവകൽപ്പനയെ മാനിച്ച് എൻ്റെ ജീവനെ കൊടുക്കേണ്ടി വന്നാലും, എൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും ഞാൻ ഒരിക്കലും വീണു പോകുകയില്ല, ഞാൻ ഒരിക്കലും നിരാശനായി പോകുകയില്ല, ഞാൻ ഒരിക്കലും വീണു പോകുകയില്ല, ഞാൻ ഒരിക്കലും ദൈവത്തെ നിന്ദിക്കുകയില്ല, ഞാൻ ഒരിക്കലും അനുസരണക്കേട് കാണിക്കുകയില്ല എന്ന് പറഞ്ഞ് വിശ്വസ്തരുടെ രൂപമായി നിൽക്കുവാൻ തക്കവണ്ണം ശദ്രക്കിനെയും മേശക്കിനെയും അബദ്നെഗോവിനെയും പോലെ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സുണ്ട്? ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവിനെ വെല്ലുവിളിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് 3 പേർക്കും സാധിച്ചു. എന്നാൽ നമുക്ക് എന്തുകൊണ്ട് ഇപ്രകാരം ഈ ദിവസങ്ങളിൽ അതിന് സാധിക്കുന്നില്ല? നാം കഷ്ടതയിലൂടെ നടന്നു പോകുമ്പോൾ ദൈവം എന്നെ വിടുവിക്കുമെന്നതായ പ്രത്യാശ നമുക്ക് ഉണ്ട് എങ്കിൽ, ആ പ്രത്യാശ നമുക്ക് ബലമുണ്ട് എങ്കിൽ, നമുക്ക് തീർച്ചയായും ഈ തീച്ചൂളെ നിൽക്കുവാൻ, ഇതിനെ എരിയുന്ന തീച്ചൂളെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ, വൻ കാര്യങ്ങളെ കാണുവാൻ, ഒരു വലിയൊരു പ്രതിഫലം നമുക്ക് നേടിയെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും സാധിക്കും. ദൈവം അത് അനുവദിച്ചു കൊടുത്തു. എന്തിനുവേണ്ടി അനുവദിച്ചു കൊടുത്തു? ഒരു വലിയൊരു മഹത്വം. അനേക ജനങ്ങളത് കണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വിടുവിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നടത്തുന്നു, അവരെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല എന്ന് ലോകത്തെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം, ആ ബാബിലോൺ സാമ്രാജ്യത്തെയും ആ രാജാവിനെയും പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഈ ദൈവം, സ്വർഗത്തിലെ ദൈവം ഈ 3 പേരെയും അപ്രകാരം അത് അനുഭവിക്കുവാനായിട്ട് അനുവദിക്കുകയായിരുന്നു. നാം വിശ്വസ്തരായിട്ട് ആ സമയത്ത് ശദ്രക്കും മേശക്കും അബദ്നെഗോവും നിൽക്കുവാൻ തക്കവണ്ണം തയ്യാറാകാതെ, പേടിച്ച് രാജാവിനെ ഭയന്ന് ആ ബിംബത്തെ നമസ്കരിക്കുവാൻ തക്കവണ്ണയായി തീർന്നിരുന്നുവെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു സാക്ഷിയാകുവാൻ തക്കവണ്ണം ബാബിലോണിൽ സാധിക്കുമായിരുന്നില്ല. എന്നാൽ മറിച്ച് അവർ ധൈര്യമുള്ളവരായി, വിശ്വസ്തരായി, നീതിയുടെ പര്യായങ്ങളായി, കൽപ്പനകളെ മാനിച്ച് ദൈവത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം അവർ തീരുമാനമെടുത്തതുകൊണ്ട് ആ ദേശം മുഴുവനും ഒരു ഉറപ്പുള്ള സാക്ഷികളായി തീരുവാൻ, നിൽക്കുവാൻ, ഒരു അനുഗ്രഹം പ്രാപിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഉടയാടുകളായി തീരുവാൻ തക്കവണ്ണം ഈ 3 പേരെയും ദൈവം സഹായിച്ചു. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് എങ്കിൽ, നമുക്ക് ഇപ്രകാരം നിൽക്കുവാൻ തക്കവണ്ണം മനസ്സുണ്ട് എങ്കിൽ, നമുക്കും ലോകത്തിൽ വലിയൊരു സാക്ഷ്യമായി നിൽക്കുവാൻ തക്കവണ്ണം തീർച്ചയായും സാധിക്കും. അതാണ് ശദ്രക്കും മേശക്കും അബദ്നെഗോവും നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മെ ദൈവം തീർച്ചയായും വിടുവിക്കും. ഇനി അഥവാ വിടുവിച്ചില്ലെങ്കിലും നാം ഈ ലോകത്തെ നമസ്കരിക്കുവാനോ ലോകത്തെ അനുസരിക്കുവാനോ ഞാൻ ഒരിക്കലും തയ്യാറാകയില്ല എന്ന് സ്വയം തീരുമാനിക്കുവാൻ, സ്വയം ഒരു പ്രതിജ്ഞ എടുക്കുവാൻ നിങ്ങൾക്ക് ഇന്ന് മനസ്സുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുവാനായി പോകുകയാണ്. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, ശദ്രക്കിനെയും മേശക്കിനെയും അബദ്നെഗോവിനെയും വിടുവിച്ച് ഈ ലോകത്ത് സാക്ഷ്യമായ എൻ്റെ കർത്താവായ ദൈവമേ, ആ 3 പേരെയും പോലെ ഞങ്ങൾക്കും കർത്താവെ പല സമയത്ത് പലയിടങ്ങളിൽ ഒരു ജീവനുള്ള സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ ദിനംതോറും സഹായിക്കുമാറാകണമേ. എൻ്റെ ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇനി അഥവാ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ലോകത്തെ നമസ്കരിക്കുകയില്ല എന്ന് ധൈര്യത്തോടു കൂടി സാക്ഷികളായി നിൽക്കുവാൻ എന്ന് പറയുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.